അപ്പൊ റെഡിയാണല്ലോ അല്ലേ? അല്ല റെഡിയൊക്കെ ശരിയാ, പക്ഷേ അണ്ട് ഈ സൈസ് സംഭവം ഒന്നും അല്ല ഇവിടെ വേണ്ടത്. ഇതിപ്പോ നമ്മൾ റിഹേഴ്സലിന് ഉപയോഗിക്കുന്നത് മറ്റേ സംഭവമൊക്കെ വേണം, കോട്ട് പോലത്തെ ഡ്രസ് വേണം. ഈ പാൻറ്റൊന്നും ഇട്ടോണ്ട് ഇരിക്കാൻ പറ്റില്ല. ജീൻസ് വിട്ടോണ്ട് ആരെങ്കിലും കൊട്ടാരത്തിൽ ഇപ്പൊ റിഹേഴ്സലല്ലേ, തട്ടേ കയറിയിട്ടില്ലല്ലോ. എന്നാലും ഇത് ഓക്കെ തട്ടേക്കറുമല്ല, ഞാൻ ആശാന്റെ അടുത്ത് പറഞ്ഞോളാം. ഒക്കെ റെഡിയാണല്ലോ അല്ലേ? ഇതൊക്കെ റെഡിയാണ്. തബലയൊക്കെ വായിക്കറിയോ? തബല വായിക്കാറില്ല. തൊട്ടുപോരുത് പന്നി. ആണ്ടാ സംവിധായകനാണ് ഞാൻ തന്നെ ഇത് കേട്ടാ. അതെ അതും അപ്പൊ സോങ് തുടങ്ങുമ്പോ ഇവിടുന്ന് നമ്മുടെ ഷാറുഖ് ഖാനല്ലോ, ഷാജഹാൻ അവിടുന്ന് മുംതാസും വരുന്നു. അപ്പൊ സോങ് റെഡി. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? ഒരു കള്ളന് ഫോണല്ലേ? നീ എന്താ പറഞ്ഞത്? കരിങ്കൂള കണ്ണാന്ന്. കരിങ്കൂവള കണ്ണ് കണ്ടിട്ട് തേക്കം കുറ്റി കരിഞ്ഞ് വെന്തു നിൽക്കുന്ന പോലെ എന്താ കുറ്റമെന്നും ഒന്ന് ചിരിച്ചേ. മുല്ലമുട്ട് പോലത്തെ പല്ലാന്ന് പറഞ്ഞിട്ട്, മുല്ലമുട്ട് പോലത്തെ പല്ലാന്ന് പറഞ്ഞിട്ട് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ മൊട്ടായിരുന്നു. ഇപ്പൊ 4:30 ആയാലും വിടർന്ന് കാണുമായിരുന്നു. എന്നിട്ട് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടാണെന്നല്ലോ പറഞ്ഞത്. വേണ്ട, വടക്കംപൊളി ഉണങ്ങിയ പോലെ ഇരിക്കുന്നു. ഈ മാതിരി ഇതിപ്പേതാ കൂത്താട്ടുകുളം അമ്മണിയായിരുന്നു. ഏതായാലും ഇനി ഒരു നാടക നടിയെ പോയിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഇവരെ ഫിക്സ് ചെയ്യുന്നു. ഇത് വേണ്ട, ഇത് പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പമൊന്നുമില്ലെന്നേ. ഇത് 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. മുംതാസ് ഉണ്ടായി 10 മിനിറ്റ് കഴിയുമ്പോൾ മരിക്കുമല്ലേ? മരിക്കൂ? മരിച്ചേ ഇല്ല, ഇതിനെ ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു കേട്ടോ. പൈസയുടെ കാര്യം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് പൈസ? പൈസ പൈസ ഏത് പേയ്മെന്റ് കൊടുക്കണല്ലോ. പേയ്മെന്റ് ഞാൻ കൊടുക്കാം. മറ്റേ സംഭവം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞ ശേഷം മറ്റേ ഇത് താജ്മഹൽ കെട്ടി താജ്മഹൽ കെട്ടി കൊടുക്കണല്ലോ. താജ്മഹലോ? ഇതിന് എടാ റോഡ് സൈഡിൽ നിന്ന് വല്ല ഫ്ലെക്സ് കൊണ്ടുവന്ന് വല്ല അങ്ങോട്ട് 3-4 കൂടാരം പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിനൊക്കെ നാടകത്തിലല്ലേ ഇത്? ഏതായാലും പറഞ്ഞ പൈസ കൊടുക്കണം. 2500 രൂപ കൊടുക്കണം. എത്ര രൂപ? 2500 രൂപ. 2500 കൊണ്ടുപോവാ. ഇതിന് ഞാൻ 2500 രൂപ കൊടുക്കണം. കൊടുക്കല്ലേ? കൊടുക്കരുത്. ആൾക്കാർ പിരിച്ചുവിടാൻ പൈസ ചുമ്മാ കൊടുക്കല്ലേ? എനിക്കെന്താ ഭ്രാന്തെന്നോ ഇപ്പം പറയാൻ പൈസ എടുത്ത് കൊടുക്കാം. അങ്ങനെ പറഞ്ഞ വിളിച്ചോണ്ട് വന്നു. കൂടി വന്നാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല, ഒരു 250 രൂപ. അതിന്റെ ആവശ്യമുള്ളൂ. അത് മതി. ഒരു 500 രൂപ വേണം. 500 രൂപ വേണം. 500 രൂപ എന്നല്ല, 250 രൂപ തരത്തുള്ളൂ. അവര് 250 രൂപ മതി എന്ന് പറഞ്ഞല്ലോ. പിന്നെ 500 രൂപ വേണമെന്ന് നിനക്കെന്താ ഇത്ര കുഴപ്പം? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എന്റെ ഭാര്യക്ക് 500 രൂപ കൂടുതൽ കിട്ടുമോ? നിനക്കെന്തായാലും കുഴപ്പമുണ്ടോ? അത് ശരി. ഭാര്യയും ഭർത്താവ് കൂടെ ഒത്തു കളിച്ച് വന്നേക്കുവാ. ഇവിടെ എന്റെ പൈസ മേടിച്ചോണ്ട് പോകാൻ. അതെ, വിട്ടോ സ്ഥലം വിട്ടോ. സ്ഥലം ഇല്ലല്ലേ, പൈസയും തരത്തില്ല, ഒരു കുന്തം തരത്തില്ല. നിങ്ങൾ ഞങ്ങൾ വേറെ ബസ് കാശിന്റെ ഇറങ്ങി പൊക്കോണം. ഞാൻ പറഞ്ഞേക്കാം. കൊളാക്കാനായിട്ട് മനുഷ്യനെ ചിറ്റിക്കാനായിട്ട് വന്നേക്കുമല്ലേ? എന്താ പറയാ? രാജാവും രാജ്ഞിയും ഒന്ന് വന്നേ. എന്നാ പറഞ്ഞേ? രാജാവും രാജ്ഞിയും ഒന്നിങ്ങി വന്നേ. മനസ്സ് മാറി തോന്നുന്നു. ജാട ഇട്ട് നോണം. എന്ത് വേണം പറയാം. അതെ, ഇതിനെ കൊണ്ടുപോകുന്ന വഴിക്കേ ആ കാട്ടിക്കൊണ്ടാൻ കളഞ്ഞേക്കണം. കാട്ടിലോ? കാട്ടിന്തിരോ കൊണ്ട് കാട്ടിക്കൊണ്ട് കളയുമ്പോഴേ ഇതിന്റെ കണ്ണും കെട്ടി 1-2-3 പ്രാവശ്യം ഒന്ന് വട്ടം കറക്കി വേണം വിടാൻ.
കണ്ണു വെട്ടിയിട്ട് വട്ടം കറക്കി വിടണ എന്തിനാ? അല്ലെ തിരിഞ്ഞു കറങ്ങി നിന്റെ വീട്ടിൽ തന്നെ വരുമെന്ന്.